ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പറഞ്ഞാൽ ഒരു നാടൻ റെസിപ്പിയാണ്. അതായത് ചക്ക കൊണ്ടൊരു റെസിപ്പി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അങ്ങനെ നമുക്കിതൊരു വരിക്കച്ചക്കയാണ് ഫ്രണ്ട്സ് കിട്ടിയത്. നല്ലൊരു വരിക്കച്ചക്കയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വരിക്കച്ചക്ക വെച്ച് നമ്മൾ ഈ റെസിപ്പി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രണ്ട്സ്. സോ ഇത് വരിക്കച്ചക്ക കൊണ്ട് ഉണ്ടാക്കാം, പൂഴച്ചക്ക കൊണ്ട് ഉണ്ടാക്കാം ഫ്രണ്ട്സ്. പക്ഷേ ഞാൻ ഇന്ന് വരിക്കച്ചക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഇന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കണം ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇത് പൂഴച്ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞ് വരിക്കച്ചക്ക കൊണ്ട് ഉണ്ടാക്കാം. പക്ഷേ ഇത് ഈ വരിക്കച്ചക്ക പഴുപ്പിക്കുകയാണ് സൂപ്പറാണ് ഫ്രണ്ട്സ്. പക്ഷേ പൂഴച്ചക്ക പഴുപ്പിച്ചാൽ വളവള കൊളകൊളാന്നൊക്കെ ഇരിക്കും ഫ്രണ്ട്സ്. ചിലർക്ക് അതും ഇഷ്ടമാണ് ഫ്രണ്ട്സ്, അത് കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി 4ആയിട്ട് ഞാൻ മുറിച്ചെടുത്ത് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇതിനകത്ത് ചെറിയ ഒരു പശ പോലുണ്ട്, അത് അരക്കെന്നൊക്കെ പറയും ഫ്രണ്ട്സ്. ഒരു ചകിരി കൊണ്ടോ പേപ്പർ കൊണ്ടോ ഒക്കെ തൂത്ത് മാറ്റി കളയണം ഫ്രണ്ട്സ്. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചാലും മതി, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടി അങ്ങോട്ട് പിടിക്കും ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഞാൻ എടുത്ത് ഫ്രണ്ട്സ്. കണ്ടില്ലേ, 4 പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിനെ ശരിയാക്കി എടുക്കാം ഫ്രണ്ട്സ്, ഈ ചക്കയെ. ഓക്കെ, നമുക്കൊരു പിച്ചാത്തി എടുത്ത് നടുക്ക് കണ്ടില്ലേ ഒരു കട്ട പോലത്തെ സാധനം നമുക്ക് അരിഞ്ഞ് മാറ്റി കളയണം ഫ്രണ്ട്സ്. എന്നാലും ചുള നമുക്ക് തനിയെ സെപ്പറേറ്റായിട്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ ചുള പറിക്കാൻ പറ്റത്തില്ല ഫ്രണ്ട്സ്. ഓക്കെ, കണ്ടില്ലേ, പിന്നെ അതിന് അരക്ക് വരുന്നത് കണ്ടില്ലേ. ചുള ഇങ്ങനെ നല്ല വിടർത്തി എടുത്താൽ മതി, കയ്യിൽ ഒട്ടിയൊക്കെ പിടിക്കുന്നതിന് കുറേ വെളിച്ചെണ്ണയൊക്കെ തേച്ചാൽ മതി ഫ്രണ്ട്സ്. സൂപ്പറായിരിക്കും. പെട്ടെന്ന് നമുക്ക് ചുള എടുത്ത് മാറ്റാൻ പറ്റും ഫ്രണ്ട്സ്. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ചുള മാറ്റാൻ പറ്റിയതായിരിക്കുന്നു. ചുള അങ്ങോട്ട് പറിച്ചെടുത്തൊരു പാത്രത്തോട്ട് ഇടുക ഫ്രണ്ട്സ്. ആ വെളുത്ത കളർ വള്ളി പോലിരിക്കുന്ന സാധനം എടുക്കാൻ പാടില്ല ഫ്രണ്ട്സ്, അതെല്ലാം കളയണം. ചുള മാത്രമേ നമുക്ക് എടുക്കാവൂ, വള്ളി ചുള. അതിനകത്ത് കുരുവുണ്ട്, ഒരു ബ്രൗൺ കളർ കുരു, ചക്കക്കുരു എന്നൊക്കെ പറയും, വെടിക്കുരു എന്നൊക്കെ പറയും. ആ കുരു ഇതിനകത്ത് എടുക്കാൻ പാടില്ല ഫ്രണ്ട്സ്. വള്ളി ചക്ക ചുള മാത്രമേ എടുക്കാവൂ. കണ്ടില്ലേ, അങ്ങനെ ചുള ഇങ്ങനെ പറിച്ച് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പർ ചുളയാണ് ഫ്രണ്ട്സ്, അടിപൊളി ചുളയാണിത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചുളയെല്ലാം തനിയെ പറിച്ചെടുത്ത് ഇട്ടുണ്ട്. അപ്പം നമുക്ക് കുരു തനിയെ മാറ്റിയെടുക്കണം. അത് ഞങ്ങളെ കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സ്, എങ്ങനെയാണ് മാറ്റുന്നത്. ഓക്കെ, ഇതിനകത്ത് ആ വെള്ള കളർ വള്ളി പോലെ ഇരിക്കുന്ന സാധനമല്ലോ ഫ്രണ്ട്സ്, അതെടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ചുളയെല്ലാം റെഡി ആയിട്ടുണ്ട്. ചുളയെല്ലാം ഞാൻ പറിച്ച് കഴിഞ്ഞു ഫ്രണ്ട്സ്. ഇനി നമുക്ക് എന്തോ എടുക്കാം, അതിൻ്റെ കുരു മാറ്റിയെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ കുരു കണ്ടില്ലേ, ഇത് അകത്തിരിക്കുന്ന കുരു എങ്ങനെയാണ് മാറ്റുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഫ്രണ്ട്സ്. ഇത് കുരു പെട്ടെന്ന് ഈ കുരു കളയരുത് ഫ്രണ്ട്സ്. സൂപ്പറാണ്, മെഴുക്കുവരട്ടിയോ തോരനോ ഉണ്ടാക്കണമൊക്കെ അടിപൊളിയാണ് ഫ്രണ്ട്സ്. സോ അത് കുരു കളയാതെ വെച്ചേക്കണം. അങ്ങനെ നമ്മളിൻ്റെ ഓരോരോ കുരുവെല്ലാം കളഞ്ഞ് ചുളയും മാറ്റി നമ്മൾ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. കണ്ടിട്ട് ഇത് പെട്ടെന്നാണ്, കുറച്ചൊരു ഇതുണ്ടെന്ന്, പക്ഷേ ഇതിൻ്റെ രുചി അടിപൊളി രുചിയാണ് ഫ്രണ്ട്സ്. അങ്ങനെ ഇവർ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതാണ്ട് വീഡിയോയ്ക്ക് പോയി ഫ്രണ്ട്സ്. കുഴപ്പമില്ല, നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. കണ്ടില്ലേ, ഞാൻ ചുളയും കുരുവെല്ലാം മാറ്റി സൂപ്പറായിട്ട് ഇപ്പം ഞാൻ അരിയാൻ പോവാണ് ഫ്രണ്ട്സ്. കണ്ടില്ലേ, അരിയുന്ന ചെറുതായിട്ട് അറിയാം, വലുതായിട്ട് അറിയാം, നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും കുക്കറിനകത്ത് തന്നെ ഉപയോഗിക്കാൻ പോകാം. അപ്പം ചെറുതായിട്ട് തന്നെ ഞാൻ അരിഞ്ഞ് ശീലമായിട്ട് ചെറുതായിട്ട് അരിയുവാണ് ഫ്രണ്ട്സ്. അങ്ങനെ ഈ കുരുവും ചുളയെല്ലാം മാറ്റി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇനി എടുക്കാം ഫ്രണ്ട്സ്. നമുക്ക് വേണമെങ്കിൽ കട്ടിങ് ബോർഡ് വെച്ച് അരിഞ്ഞാലും മതി, പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ കയ്യറ വിട്ട് അരിഞ്ഞ ശീലം. ഇതെല്ലാം ഒരു പൂച്ച കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ അരിഞ്ഞ് എല്ലാം ശരിയാക്കി ഫ്രണ്ട്സ്. ഏകദേശം പകുതിയോളം അരിഞ്ഞ് കഴിഞ്ഞു. ഇത് നമുക്ക് കണ്ടില്ലയോ, അരിഞ്ഞ് ഫുള്ളായിട്ട് ഞാൻ അരിഞ്ഞ് കഴിഞ്ഞു ഫ്രണ്ട്സ്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കണം. ഇത് 1 ഗ്ലാസ് വെള്ളം, 3/4 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി ഫ്രണ്ട്സ്. അധികം വെള്ളം പിടിക്കാതെ ചക്കയാണ്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ചേരും. വെള്ളം വെച്ച് ഒന്ന് അടച്ച് വെച്ച് ശേഷം ഒരു ആവി കയറി ശേഷം ഉപ്പും മഞ്ഞപ്പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഒഴിക്കുക. പിന്നെ 1 വിസിൽ അടുപ്പിച്ചാൽ മതി ഫ്രണ്ട്സ്. നല്ലപോലെ വെന്ത് കിട്ടി, നല്ലപോലെ വെന്ത് കിട്ടി. ഇനി നമുക്ക് അരപ്പ് ചേർത്താൽ മതി. അരപ്പിന് എന്തൊക്കെ വേണം, തേങ്ങ, അരമുറി തേങ്ങ, പച്ചമുളക് 3-4 പച്ചമുളക്, 3-4 കൊച്ചുള്ളി, 3-4 വെളുത്തുള്ളി, ജീരകം, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഫ്രണ്ട്സ്. ഒന്ന് ഒതുക്കിയെടുത്തിട്ട് 1 വിസിൽ കഴിഞ്ഞ് ചക്കയ്ക്കകത്തോട്ട് ഒന്ന് ഇട്ടെടുത്താൽ മതി ഫ്രണ്ട്സ്. ഒന്ന് ഇട്ടെടുത്ത് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ആവി കയറി കഴിയുമ്പം
ഒന്ന് ഇളക്കി ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി ഇച്ചിരി കരിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ സ്വാദ് സൂപ്പറാണ് ഫ്രണ്ട്സ്. അടിപൊളി രുചിയാണ്. ഈ റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് വെറുതെ കഴിക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ ഇറച്ചിക്കറിയോ മീൻ കറിയോ ബീഫോ എന്തെങ്കിലും കൂട്ടി നമുക്ക് കഴിക്കാം. സൂപ്പർ റെസിപ്പിയാണ് ഫ്രണ്ട്സ്. നല്ല കുഴഞ്ഞിരിക്കുന്ന ചക്ക, തേങ്ങായും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാത്തിൻ്റെയും രുചി അടിപൊളിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.